ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता
बोलते ध्वनियों, ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती, भव्य मुख पर चंद्रमासी, चमकती ज्योति, दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों, ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों, ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। बोलते ध्वनियों, ब्रह्ममुख से मधुर वाणी, बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ओम ഇന്ന് ബാബയുടെ മുരളി ഡേറ്റ് 5/7/2024. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, ഓർമ്മയിൽ കൂടിയാണ് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നത്. ഓർമ്മയിൽ കൂടിയാണ് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നത്, ശക്തി ലഭിക്കുന്നത്. ആത്മാ സദോ പ്രധാനമാകുന്നതും. അതുകൊണ്ട് ഓർമ്മയാകുന്ന യാത്രയിൽ വിശേഷ അറ്റൻഷൻ വയ്ക്കൂ. അതുകൊണ്ട് ഓർമ്മയാകുന്ന യാത്രയിൽ വിശേഷ അറ്റൻഷൻ വയ്ക്കൂ. ഇന്നത്തെ ചോദ്യം: ഒരേ ഒരു ബാബയോട് മാത്രമാണ് സ്നേഹം എന്നതിന് എന്താണ് അടയാളം? അല്ലേ, നമ്മുടെ സ്നേഹം നമുക്ക് ബാബ എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കാനാണ് പറയുന്നത്. പക്ഷേ എല്ലാവരോടും സ്നേഹമായിരിക്കണം, അല്ല അറ്റാച്ച്മെൻ്റ് ആവരുത്. സത്യമായിട്ടുള്ള ഹൃദയം വന്ന ശ്രീകോവിലിൽ ബാബ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഞാൻ ബാബയുടേത് മാത്രം, ബാബ മാത്രമാണ് എൻ്റേത്. നൺ ബട്ട് വൺ, ഇൻഡിപെൻഡൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് ഹാർമണി വിത്ത് ഓൾ. അതാണ് നമ്മുടെ വ്രതം, അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ അവസ്ഥയിലെത്തിയ കുട്ടികളുടെ അടയാളം എന്തൊക്കെയാണ്? ബാബ ഒന്ന് അക്കമിട്ട് പറയാണ്, 4 പോയിൻറ്റ്സ് പറയാണ്. എന്തൊക്കെയാണ് പറഞ്ഞേ? ഇല്ലേ, ബാബ പറയാണ്, ആദ്യത്തേത്
या यदि एक बाप से प्यार है तो बाप की नज़र उन्हें निहाल कर देगी. ഒരു ബാബയോടാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ അവർ ബാബയുടെ കണ്ണിൻ്റെ ഉള്ളിലായിരിക്കും, കണ്ണിലുണ്ണികളായിരിക്കും. ഈശ്വരൻ്റെ സ്നേഹം, വലിയ സ്നേഹം കിട്ടിയപ്പോൾ ഈ ചെറുതിനോടൊന്നും നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് അവർ സമ്പൂർണ്ണ നഷ്ടമോഹമായിരിക്കും. മൂന്നാമത്തെ ലക്ഷണമാണ് ബാബയോടാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ വേറെ ആരുടെ സ്നേഹത്തിലും അവർ പോയി ഉടക്കി കിടക്കില്ല, കുടുങ്ങില്ല, അവരുടെ മനസ്സ് കുടുങ്ങില്ല. അവരെന്നെ സ്നേഹിക്കണം, ഇവരെന്നെ സ്നേഹിക്കണമെന്ന് ദാഹിക്കില്ല. ആരെയും സ്നേഹത്തിന് വേണ്ടി ദാഹം ഉണ്ടാവില്ല. നാലാമത്തെ ലക്ഷണം, ഉनकी ബുദ്ധി ജൂട്ട് ഖണ്ഡ്ക്കെ ജൂട്ടേ മനുഷ്യോസെ ടൂട്ട് ജാത്തി ഹെ. അവരുടെ ബുദ്ധി എന്നെ പറയില്ലേ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഈ ലോകം തന്നെ മിഥ്യയാണ്. മിഥ്യയുടെ ഈ ലോകത്തിലെ മിഥ്യയായിട്ടുള്ള മാനവനിൽ ഒരു വ്യക്തിയിലും കുടുങ്ങില്ല അവരുടെ ബുദ്ധി. അതൊന്ന് കട്ടാകും. ബാബ നമുക്ക് തരുന്ന ഈ സ്നേഹം അവിനാശിയായിട്ട് മാറുകയാണ്. ഈ സ്നേഹം നമ്മുടെ സംസ്കാരമാണ്. പിന്നെ എല്ലാ ജന്മത്തിലും നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കും. അത് വരപ്രസാദമായിട്ട് കിട്ടുകയാണ് ഇപ്പോൾ. അതാണ് അവിനാശിയാവുകയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അല്ല. അവിടെ സിംഹവും പശുവും ഒരു കടവെന്ന് വെള്ളം കുടിക്കത്തക്ക അളവിന് മൃഗങ്ങളിൽ പോലും സ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ മനുഷ്യർക്ക് എത്ര സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹം, ആ നേച്ചർ ഇപ്പോഴാണ് നമ്മളിൽ നിറയ്ക്കുന്നത്. അത്രത്തോളം ബാബ നമുക്ക് സ്നേഹം തന്നിട്ട് നമ്മളെ ബാബ സ്നേഹത്തിൻ്റെ സാഗരാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മൃഗങ്ങൾക്ക് പോലും പരസ്പര സ്നേഹമാണ്. ഓം ശാന്തി. ബേഹദ് കാ ബാപ് കാ പ്യാർ അഭി ഏക് ഹി ബാർ തും ബച്ചോं को मिलता है. പരിധിയില്ലാത്ത അച്ഛൻ്റെ സ്നേഹം ഇപ്പം ഒരൊറ്റ തവണയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്, അല്ലെ മുഴുവനും കൽപ്പത്തിൽ ഇപ്പം മാത്രമാണ് കിട്ടുന്നത്. ഭക്തി മാർഗത്തിലും ഈ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ദാഹിച്ചിരുന്നു, ഒത്തിരി ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ബാബ അങ്ങയുടെ സ്നേഹം മാത്രം മതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങ് എൻ്റെ അച്ഛനും അമ്മയും ഡോട്ട് 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 അല്ലേ എൻ്റെ സർവസ്വമാണ്, അങ്ങനെ എൻ്റെ സർവസ്വം എന്ന് നമ്മൾ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. അരകൽപ്പത്തിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ആ ബാബയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരുന്നവരാണ്. ഇപ്പോൾ അരകൽപ്പത്തേക്കുള്ള സ്നേഹം ലഭിക്കുകയാണ്. ഇനി 2 യുഗം ആരോടും നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കില്ല, കൊടുക്കും. തുമാരെ ഇസ് റുഹാനി പ്യാർ കി മഹിമ അപരംപാർ ഹെ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ആത്മീയ സ്നേഹത്തിൻ്റെ മഹിമ അപാരമാണ്. ബാബയാണ് കുട്ടികളെ ശാന്തിധാമത്തിൻ്റെ യജമാനാക്കി മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ദുഃഖധാമത്തിലാണ്. അശാന്തി, ദുഃഖത്തിൽ എല്ലാവരും നിലവിളിക്കുകയാണ്. അനാഥാലയം പോലെയാണ് ഈ ലോകം ഇന്ന്. ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് ഭക്തി മാർഗത്തിൽ ശിവബാബ എല്ലാവരും ഓർമ്മിക്കുന്നത്. പരന്തു കായദേസർ ഭക്തി കാ ഭി സമയ ഹോത്ത ഹെ അരകൽപ്പ്. പക്ഷേ നിയമം അനുസരിച്ചിട്ട് ഭക്തിയും അരകൽപ്പം, അതിന് സമയമുണ്ട്. അരകൽപ്പം ഭക്തി ഉണ്ടാവണം. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ, ബാബ എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലൊന്നും അല്ല വസിക്കുന്നത്, എല്ലാവരും ഉള്ളിൽ വസിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലത്തെ എല്ലാ കാര്യവും ബാബയ്ക്ക് അറിയാം എന്നൊക്കെ ഭക്തന്മാർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. എല്ലാവരുടെയും ഉള്ളിൽ വായിക്കാൻ, മനസ്സ് റീഡ് ചെയ്യേണ്ട ആവശ്യം ഭഗവാൻ എന്താ ഉള്ളത്? അത് തോട്ട് റീഡേഴ്സ് ഈ ലോകത്തിലുണ്ട്. അവർ നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പറയാറുണ്ട്. അതൊരു വിദ്യയാണ്, പഠിക്കാറുണ്ട് ആൾക്കാർ. ഇവിടെ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ബാബ വരുന്നത് തന്നെ ബാപ്പ് ഓർ ബച്ചേ ഹി ഏ സാരാ പാർട്ട് ബജാത്തെ. സംഗമയുഗത്തിലെ മുഴുവനും പാർട്ട് അച്ഛനും മക്കളുമാണ് അഭിനയിക്കുന്നത്. ബാബ് ജാനത്തെ ഹെ സൃഷ്ടിക്കാ ചക്ര കേസെ ഫിർത്താ ഹെ. ഈ കാലചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ബാബയ്ക്കറിയാം. കുട്ടികൾ എങ്ങനത്തൊക്കെയാണ് പാർട്ട് അവിടെ അഭിനയിക്കുന്നത്, 8 ജന്മം സത്യയുഗത്തിൽ ദേവതകളായിട്ട് അങ്ങനെ എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത് അതും ബാബയ്ക്കറിയാം. അല്ലാണ്ട് എല്ലാവരുടെയും ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളൊന്നും ബാബയ്ക്ക് അറിയില്ല. തലേദിവസം രാത്രിയിലത്തെ ക്ലാസ്സിൽ ബ്രഹ്മ ബാബ പറഞ്ഞിരുന്നു, ഹരേക്കൊക്കെ അന്തർത്തോ വികാർ ഹി ഹെ. എല്ലാവരുടെ ഉള്ളിൽ വികാരങ്ങളാണ്. പിന്നെ ബാബ പോയിട്ട് ബാബയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരിക്കും അതൊക്കെ അറിയാൻ. അതൊക്കെ നോക്കൂ.
ഇന്ന് ലോകത്തിലെല്ലാവരും തമോ പ്രധാനമായിട്ട് മാറി. ബാബ വന്നിട്ട് റോസാപുഷ്പം പോലെ ആക്കുകയാണ്. യേ ബാപ് കാ പ്യാർ തും ബച്ചോം കോ ഏക് ഹി ബാർ മിൽത്താ ഹൈ. ശിവബാബയുടെ സ്നേഹം മുഴുവനും കൽപ്പത്തിൽ ഇപ്പം മാത്രം, അതും കുട്ടികളെ നിങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ ഇത് അവിനാശിയായിട്ട് മാറും. പിന്നെ നമ്മുടെ നേച്ചറാവും, സംസ്കാരമാകും ഇത്. സത്യത്തിൽ നിങ്ങൾ എത്ര സ്നേഹത്തോടെ ഇടപെടുന്നത്, മോഹജീത്താകാണ് അവിടെ. സത്യത്തിൽ രാജാവും റാണിയും പ്രജകളും എല്ലാവരും മോഹത്തെ ജയിച്ചവരാണ്. ഒരു കഥയുണ്ട്, മോഹജീത് രാജാവിൻ്റെ കഥ. ആ നാട്ടിൽ രാജാവും റാണിയും പ്രജകളെല്ലാവരും മോഹത്തെ ജയിച്ചവരാണ്. അപ്പോൾ ഒരിക്കൽ രാജകുമാരൻ കാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു സന്യാസിയെ കണ്ടു. അപ്പോൾ രാജകുമാരൻ സന്യാസിയുമായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും മോഹത്തെ ജയിച്ചവരാണെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ഞങ്ങളുടെ നാട്ടിലെ പ്രജകളെല്ലാവരും. അപ്പോൾ സന്യാസിക്ക് വിശ്വാസം വന്നില്ല. എല്ലാം കളഞ്ഞിട്ട് തന്നെ ഇത് ജയിക്കാൻ എന്ത് പാടാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിട്ട് എങ്ങനെ മോഹത്തെ ജയിക്കാൻ പറ്റും? എനിക്ക് വിശ്വാസമില്ല, ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. അപ്പം രാജകുമാരൻ്റെ കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിയിട്ട് അതിൽ എന്തോ രക്തക്കറയൊക്കെ പുരണ്ട പോലെയൊക്കെ ആക്കിയിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രൻ ഇങ്ങനെ കാട്ടിൽ സിംഹം കൊന്നുകളഞ്ഞു, അപ്പം കാട്ടിലാണ്. അപ്പോൾ ഞാനതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വസ്ത്രം എടുത്തുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അത് ശരി, ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ വലുതായി, എല്ലാ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ഭാരിച്ച രാജ്യഭരണത്തിൽ നിന്ന് മുക്തമാകാം, ഇനി കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഫോക്കസ് ചെയ്ത് എൻ്റെ ആധ്യാത്മിക ഉന്നമനം കൈവരിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ സംഭവിച്ചു അല്ലേ? ശരി, സാരില്ല, ഇപ്പം എന്ത് ചെയ്യാനാണ്, വിധി. അവൻ്റെ ആത്മാവ് ഇനിയുള്ള ജന്മത്തിലെ ഈശ്വരനായിട്ട് അടുക്കട്ടെ, പൂർണ്ണമായിട്ട് ഈശ്വരൻ്റേതാവട്ടെ, അങ്ങനെ എന്തൊക്കെയോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്യാസിക്ക് അതിശയം തോന്നി. രാജാവ് ദുഃഖിക്കുകയോ കരയേ ഒന്നും ചെയ്തില്ല. പറഞ്ഞു, എത്രയും രാജാവാണല്ലോ, രാജാവിന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ നല്ല ആധ്യാത്മികമായിട്ടുള്ള അറിവിൻ്റെ ട്രെയിനിങ്ങൊക്കെ ഉണ്ട്, അതായിരിക്കും. അമ്മ എന്തായാലും അമ്മയല്ലേ, അതുകൊണ്ട് റാണിയോട് പറയാം. റാണിയോട് പറഞ്ഞപ്പോൾ റാണി ഇതേപോലത്തൊക്കെ തന്നെയാണ് പറഞ്ഞത്. വിചാരിച്ചു റാണിക്ക് വേറെ മക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഈ മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ ദുഃഖമില്ലാത്ത. ഭാര്യയ്ക്ക് വേറെ ഭർത്താവൊന്നുമില്ലല്ലോ, ഒരു ഭർത്താവല്ലേ ഉള്ളൂ. ഭാര്യ എന്തായാലും ദുഃഖിക്കും വെച്ചിട്ട് ഭാര്യയോട് പറഞ്ഞപ്പോഴും ഭാര്യ അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ ഭർത്താവ് ആത്മാവാണ്, ആത്മാവിന് നാശമില്ല, എൻ്റെ ഭർത്താവ് നല്ല സംസ്കാരമുള്ള ഭർത്താവാണ്, അതുകൊണ്ട് ഒത്തിരി പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ജന്മം കിട്ടും, എവിടെയാണെങ്കിലും ഈശ്വരൻ്റെ ആത്മാവിനെ തൻ്റെ കണ്ണിലുണ്ണിയായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ എല്ലാവരും ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും മോഹത്തെ ജയിച്ചവരാണ്. അങ്ങനൊരു കഥയുണ്ട്. ബാബ പറയാണ്, അങ്ങനൊരു കഥയുണ്ട്. സത്യകൂതിര രാജാക്കന്മാരുടെ അവസ്ഥയത്, മോഹത്തെ ജയിച്ചവരാണ്. യഥാ രാജാറാണി തഥാ പ്രജ, എല്ലാവരും മോഹത്തെ ജയിച്ചവരാണ്. അവിടെ ആരും കരയാറേ ഇല്ല, ദുഃഖം എന്ന വാക്ക് പോലും അവിടെ ഇല്ല. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി, ഭാരതത്തിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ രാവണരാജ്യമാണ്, ഇവിടെ എല്ലാവരും ദുഃഖം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഓർമ്മിക്കുന്നത്, ഇവിടെ ഒന്ന് ശാന്തി സുഖവും തന്നാലും ഞങ്ങളോട് ദയ കാണിച്ചാലും എന്നപേക്ഷിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛൻ ദയാസാഗരനാണ്. രാവണൻ ഒട്ടും ദയയില്ലാത്തതാണ് അല്ലേ, ദുഃഖത്തിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. ഇപ്പം എല്ലാവരും ദുഃഖത്തിൻ്റെ വഴി കൂടിയാണ് ജീവിക്കുന്നത്. ഏറ്റവും വലിയ ദുഃഖം തരുന്ന വികാരം കാമവികാരമാണ്. അതുകൊണ്ട് ബാബ കുട്ടികളോട് പറയണം, എൻ്റെ മധുരമധുരമായ സന്താനങ്ങളെ, കാമവികാരത്തിന് മേലെ സമ്പൂർണ്ണ വിജയം കൈവരിച്ച് ജഗത്തിനെ ജയിച്ചവരാകൂ. ഈ ലക്ഷ്മി നാരായണൻ ജഗത്തിനെ ജയിച്ചവരാണ്. നിങ്ങളുടെ മുമ്പിൽ അവരുടെ ചിത്രമുണ്ട്, നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണിത്. ആൾക്കാർ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്, പക്ഷേ ഈ ദേവന്മാർ എങ്ങനെയായത്, എന്തുകൊണ്ടാണ് അവർ പൂജിക്കത്തക്കവർ, എന്തുകൊണ്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നവർ എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല. കൊച്ചുകുട്ടികളെ പാവ വെച്ച് കളിക്കുന്നത് പോലെ ഒരു ഭക്തി മാർഗത്തിൽ പാവക്കളിയാണ്. നവരാത്രി വരാൻ പോകുമല്ലേ, നവരാത്രിയിൽ ദേവിമാരുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കും,
നന്നായിട്ട് അലങ്കരിക്കും, നല്ല നല്ല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസാദമൊക്കെ സമർപ്പിക്കും. പക്ഷേ ഈ ദേവിമാരൊന്നും കഴിക്കുന്നൊന്നുമില്ല, കഴിക്കുന്നത് ബ്രാഹ്മണരാണ്. അവിടെ ഈ ദേവിമാരുടെ വിഗ്രഹം രചിച്ച് പാലിച്ച് പിന്നെ അവസാനം നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതെന്താ? അന്ധവിശ്വാസമാണ്. കൊണ്ടുപോയി കിണറ്റിൽ ഇടും, അല്ലെങ്കിൽ നദിയിലൊഴുക്കും. സംഗമയുഗത്തിൽ അങ്ങനെയൊന്നും, സത്യയുഗത്തിൽ ഈ വക ആചാരങ്ങളും ചടങ്ങുകളും ഇതൊന്നും നടക്കുന്നില്ല. ये सब रसम रिवाज निकलती है कलयुग में. ദ്വാപരയുഗത്തിൽ ഇങ്ങനെയൊന്നുമില്ല. ദ്വാപരത്തിൽ പിന്നെ സ്റ്റഡിയാണ്. അവിടെ ആധ്യാത്മികമായിട്ടുള്ള ചർച്ചയും ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരസ്പരം വായിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അതൊന്നുമില്ല. അതൊക്കെ കലിയുഗത്തിലാണ് ആരംഭിച്ചത്. കുട്ടികളും ഭക്തി ആരംഭിച്ചപ്പോൾ ആദ്യം ശിവബാബയുടെ ഭക്തിയാണ് ആരംഭിച്ചത്. ജിസ്കോ അവ്യഭിചാരി റൈറ്റിയസ് പൂജ്യ കഹാ ജാത്ത ഹെ. അത് ധർമ്മമുള്ള ഭക്തിയായിരുന്നു. ഭക്തിയും സദോ പ്രധാനമായിരുന്നു. അവ്യഭിചാരിയായിരുന്നു. അങ്ങനത്തെ പൂജയാണ്. പിന്നെ വ്യഭിചാരി പൂജയായി നിരവധി. ശിവബാബയുടെ ഭക്തി ചെയ്യുമ്പോഴും ബാബ ആരാണ്, എന്തുകൊണ്ടാണ് ശിവലിംഗം വെച്ചിരിക്കുന്നത്, നമ്മളെ പോലത്തെ കൈയും കാലും ഒക്കെ ഉള്ള രൂപം എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് എന്നൊന്നും അറിഞ്ഞുകൂടാ. ബാക്കി എന്ത് ചെയ്തു, എന്തുകൊണ്ട് പൂജിക്കുന്നു ഒന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഒരു ശിവബാബയെ മാത്രമായിരുന്നു പൂജിക്കേണ്ടായിരുന്നത്. പിന്നെ ദേവന്മാരെയൊക്കെ പൂജിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ ഇപ്പോൾ പഞ്ചഭൂതങ്ങളെ പോലും പൂജിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മുരളിയിൽ ബാബ പറഞ്ഞു, പിന്നെ എട്ടുകാലിയെ പോലും പൂജിക്കുന്നുണ്ട്, ചിലന്തിയെ പോലും പൂജിക്കുന്നുണ്ട് അല്ലേ, പട്ടിയെ പോലും ക്ഷേത്രമുണ്ട്, പട്ടിക്ക് പോലും. ബാബ എന്ന വാക്കിൽ നിന്ന് വാക്ക് ഉപയോഗിക്കുമ്പം പരിവാരം, നമ്മളൊക്കെ ഒരു ഈശ്വരീയ പരിവാരത്തിലെ അംഗങ്ങളാണ് എന്ന സുഗന്ധം അതിലുണ്ട്. നിങ്ങളും പറഞ്ഞതാണ് ഭക്തിമാർഗത്തിൽ, അങ്ങാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും, അങ്ങയുടെ കരുണ കാരണം ഞങ്ങൾക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു എന്നൊക്കെ. ഈ ജ്ഞാനം നൽകുക എന്ന കരുണയിലൂടെ അളവറ്റ സുഖം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിയിൽ പതിഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മൾ മൂലവതനത്തിലുണ്ടായിരുന്നത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പാട്ടഭിനയിക്കാൻ തുടങ്ങി. ആദ്യം നമ്മൾ ദേവതാ ശരീരമാണ് ധരിച്ചത്, അഥവാ ദേവത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണത്തിൽ വന്നു, ഭിന്ന പാട്ടഭിനയിച്ചു. ബാബ ഞായറാഴ്ചത്തെ മുരളിലും പറഞ്ഞു നമ്മളോട് സുദർശൻ ചക്രം കറക്കാനായിട്ട്. എല്ലാ മുരളിലും ബാബ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ബാബ ഇത് പറയാറുണ്ട് ഓർമ്മിക്കാനായിട്ട്. ഇതൊന്നും പണ്ട് നമുക്കറിയില്ലായിരുന്നു. ബാബ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ സൃഷ്ടിയുടെ ആദ്യം അന്ത്യത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കി തന്നു. അപ്നി ബി നോളേജ് ദി അല്ലെ, ബാബ തന്നെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ താൻ ഏത് ദേഹത്തിലാണ് പ്രവേശിക്കുന്നത് അതും ബാബ ക്ലിയർ ആക്കി തന്നു. നമ്മുടെ 84 ജന്മങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ അറിയില്ലായിരുന്നു. ശ്യാം സുന്ദർ കാ രാജ്യത്തോ സംജായ ഹെ. ബാബ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആത്മാവ് സദോ പ്രധാനമായിരുന്നപ്പം, സുന്ദരമായിരുന്നപ്പോൾ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. പിന്നെ ആത്മാ തമോ പ്രധാനമായപ്പോൾ, ശ്യാമായപ്പം ഈ സൃഷ്ടിയിൽ എങ്ങനത്തെ ഭരണമാണ് നടക്കുന്നത്. ഈ ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ പുതിയ ലോകത്തിലെ പ്രിൻസ് ആയിരുന്നു. ഓർ രാധേ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് പ്രിൻസ് ശ്രീകൃഷ്ണനും സെക്കൻഡ് രാധ പ്രിൻസസ്സും ആയിരുന്നു. തോടാ വർഷ കാ ഫറക്ക് പെടുത്ത ഹെ. രാധയ്ക്കും ശ്രീകൃഷ്ണനും കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ശ്രീകൃഷ്ണൻ ആദിയെ पहले नंबर में कहा जाता है, इसलिए श्री कृष्ण को सब प्यार करते हैं. സൃഷ്ടി ആരംഭത്തിലുണ്ടായിരുന്നത് ശ്രീകൃഷ്ണനാണ്, നമ്പർ 1. അതുകൊണ്ടാണ് എല്ലാവരും കൃഷ്ണനെ ഇത്രയധികം സ്നേഹിക്കുന്നത്. കൃഷ്ണനെ തന്നെ പിന്നെ ശ്യാം സുന്ദർ എന്നും പ്രശംസിക്കാറുണ്ട്. സ്വർഗത്തിൽ സുന്ദരമായിരുന്നു, എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ എവിടെയുണ്ട് സ്വർഗം? ചക്രത്തിന് കറങ്ങണമല്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സമുദ്രത്തിന് താഴെ പോയി ദ്വാരക കടലിൻ്റെ ഉള്ളിൽ അങ്ങ് മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പോയിട്ടില്ല. ലങ്കയും കടലിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അല്ല, ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഉള്ളപ്പം ഇന്നലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കലിയുഗം ഉള്ളപ്പോൾ സത്യവും ഇല്ല.
അല്ലാണ്ട് കടലിൻ്റെ അടിയിലേക്കൊന്നും പോയിട്ടില്ല. ഈ ചക്രക്കോ ജാനസെ തും ചക്രവർത്തി മഹാരാജ മഹാറാണി വിശ്വക്കെ മാലിക് ബനത്തെ ഹോ. ഈ ചക്രത്തെ മനസ്സിലാക്കിയ നിങ്ങളാണ് വിശ്വത്തിൻ്റെ മഹാരാജ മഹാറാണിയാകുന്നത്, സത്യത്തിൻ്റെ യജമാനന്മാരാകുന്നത്. അവിടെ പ്രജകളും തന്നെ യജമാനന്മാരെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ എന്താ പറയുക, ഞങ്ങളുടെ മഹാരാജ ഞങ്ങളുടെ മഹാറാണി എന്നാണ് പറയുന്നത്. ഭാരതവാസികളാണ് അവിടെ എല്ലാവരും, മുഴുവനും ഭൂമി ഭാരതമാണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ സാമ്രാജ്യം എന്നാണ്. ഭാരതം എന്നാണ് അപ്പോൾ പേര്. ഹിന്ദുസ്ഥാൻ എന്ന പേര് തെറ്റാണ്. വാസ്തവത്തിൽ ആദി സനാതന ദേവീദേവത ധർമ്മമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ധർമ്മം ഭ്രഷ്ടായി, കർമ്മവും ഭ്രഷ്ടായി. അതുകൊണ്ട് തന്നെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ നാടകത്തിൽ ഫിക്സ്ഡാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറയാൻ തുടങ്ങി. नहीं तो बाप कैसे आकर फिर से देवी देवता धर्म की स्थापना करे. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാബയോട് വന്നിട്ട് വീണ്ടും ദേവി ദേവത ധർമ്മം സ്ഥാപിക്കുന്നത്? ആകെ തുംകോ ബി ഇൻ സബ് ബാത്തോ കാ മാലൂം നഹീ താ. നമുക്കും പണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു അല്ലേ? ബാബ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഏസാ മീട്ട ബാബ ഉൻകോ ബി ഫിർ തും ഭൂൽ ജാ. അത്ര മധുരമായ ബാബ, ആ ബാബയെ പോലും കുട്ടികൾ മറന്നുപോയി. ഏറ്റവും സ്വീറ്റ് ബാബയല്ലേ? ബാക്കി രാവൺ രാജ്യമേ തുംകോ സബ് ദുഃഖ് ദേത്തെ ഹെ നാ. രാവണ രാജ്യത്തിലിവിടെ എല്ലാവരും പരസ്പരം ദുഃഖിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നത്, പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നത്. ചില ആൾക്കാർ ബാബയെ ഓർമ്മിക്കുമ്പോൾ കണ്ണീര് വരാറുണ്ട്. ബാബ ആരാന്നറിയില്ല, കണ്ടിട്ട് പോലുമില്ല, പരിചയം പോലുമില്ല, എന്നിട്ടും അത്ര സ്നേഹം. ഹേ സാജൻ, ഹേ എൻ്റെ പ്രിയതമാന്നാണ് വിളിക്കുന്നത്. എപ്പോൾ വന്നിട്ട് പ്രിയതമയായിട്ടുള്ള എന്നെ കൂട്ടിക്കൊണ്ടുപോകും? എനിക്ക് എന്ന് അങ്ങേ കാണാൻ സാധിക്കും? നിങ്ങളെല്ലാവരും ഭക്തകളായിരുന്നു. ഭക്തരുടെ പതി ഭഗവാനാണ്. ഭഗവാനോട് വരുമ്പോഴാണ് ഭക്തിയുടെ ഫലം നൽകുന്നത്. എന്താണ് ഭക്തിയുടെ ഫലം? ശരിയായ വഴി കാണിച്ചു തരാണ്, മനസ്സിലാക്കി തരുന്ന കുട്ടികളെ. ഈ നാടകം 5000 വർഷത്തിൻ്റെ കളിയാണ്. രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമദ്യന്ത്യം ഏത് മനുഷ്യനും അറിഞ്ഞുകൂടാ അല്ലേ? മഹർഷിമാർ പോലും എന്താ പറഞ്ഞത്? നേതി ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ആത്മീയ അച്ഛനും ആത്മാക്കളായ മക്കൾക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. വേറെ ഒരു മനുഷ്യതൊന്നും അറിഞ്ഞുകൂടാ. ദേവന്മാർക്ക് പോലും അറിയില്ലായിരുന്നു, പിന്നെ ആർക്കറിയാൻ പറ്റും? ദേവന്മാർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ തലമുറയായിട്ട് കൈമാറിയിട്ടുണ്ടാവും. അവർക്ക് തന്നെ അറിയില്ല. ആത്മാക്കളുടെ അച്ഛനായിട്ടുള്ള ശിവബാബ മാത്രമാണിത് അറിയുന്നത്. ഇവിടെ വന്ന് തൻ്റെ കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സാക്കി തരികയാണ്. ഓർ കോയി ദേഹദാരി കെ പാസ് യഹ് രചയിത ഓർ രചനാക്കെ ആദ്യം അന്തിക്ക ഗ്യാൻ ഹോന സക്കെ. വീണ്ടും ബാബ പറയാണ്, ബാബ അടുത്തല്ലാണ്ട് വേറെ ഏത് മനുഷ്യൻ്റെ അടുത്തും രചയിതാവിൻ്റെ രചനയുടെയും ആദ്യമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകാൻ പറ്റില്ല. അവർക്ക് ഇടയിൽ കൂടെ വരുന്നവരല്ലേ. ആദ്യം തൊട്ട് വന്നവർക്കല്ലേ തന്നെ അറിഞ്ഞില്ല, ആദ്യമുള്ളവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ നാടകത്തിൽ വരാത്ത ആൾക്കേ അറിയില്ല. ഇതിൽ വരുന്നവർ ജന്മമരണത്തിൽ വരുമ്പോൾ മറന്നും പോകും. പിന്നെ ആദ്യം വന്നവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ തലമുറയായിട്ട് കൈമാറാൻ വിചാരിക്കുക, അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇത് ബാബയ്ക്ക് മാത്രമേ പറഞ്ഞുതരാൻ സാധിക്കുള്ളൂ. യഹ് നോളേജ് ഹോത്തി ഹി റുഹാനി ബാബ് കെ പാസ്. ഈ ജ്ഞാനം ആത്മാക്കളുടെ അച്ഛനടുത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആത്മാക്കളുടെ അച്ഛനെ ജ്ഞാനസാഗരൻ, ജ്ഞാനേശ്വരൻ എന്ന് പറയുന്നത്. ജ്ഞാനേശ്വരൻ നിങ്ങൾക്ക് ജ്ഞാനം തന്ന് നിങ്ങളെ രാജരാജേശ്വരനാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഇതിനെ രാജയോഗം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം ഹഠയോഗങ്ങളാണ്. ഹഠയോഗത്തിന് ഒത്തിരി ചിത്രങ്ങളുണ്ട്. അജ്മീറിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ മുകളിൽ ഹഠയോഗത്തിൻ്റെ പല പോസിൻ്റെ ചിത്രങ്ങൾ മേൽപ്പുരയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. സന്യാസിമാർ ഇവിടെ വരുന്ന സമയത്ത് ദ്വാപരകത്തിന് ശേഷം അവർ വരുമല്ലോ, അപ്പോൾ അവർ ഹഠയോഗങ്ങൾ പഠിപ്പിക്കുകയാണ്. ജബ് ബഹുത് വൃദ്ധി ഹോ ജാത്തി തബ് ഹഠയോഗ ആദി സിക്ലാത്തെ. ഭക്തി അങ്ങ് വളർന്ന് അല്ലേ, ആരംഭത്തിൽ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇതെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു, എഴുതുകയും പഠിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പിന്നെ വേറെ പുതിയതെന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ഒത്തിരി അങ്ങ് വളർന്നപ്പോഴാണ് പിന്നെ ഹഠയോഗമൊക്കെ ആരംഭിച്ചത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്ന കുട്ടികളെ, ഞാൻ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. ഇവിടെ വന്നിട്ട് സത്യയുഗത്തിലെ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? സത്യയുഗത്തിലാണോ സ്ഥാപിക്കുക?
സത്യയുഗത്തിലും അല്ല, കലിയുഗത്തിലും അല്ല. സത്യയുഗത്തിൻ്റെ ആദിയിൽ സാമ്രാജ്യമുണ്ട്. അപ്പോൾ സ്ഥാപിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും സംഗമയുഗത്തിലാണ്. കലിയുഗത്തിൽ എല്ലാവരും പൂജാരിയാണ്, സത്യയുഗത്തിൽ എല്ലാവരും പൂജനീയരാണ്. തോ ബാപ്പ് പൂജ്യ ബനാനിക്കയിൽ ആത്തെ, പൂജനീയരാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ വരുന്നത്. പൂജ ചെയ്യണവരാക്കുന്നത് രാവണനാണ് അല്ലേ. വികാരങ്ങൾ വന്നപ്പോഴാണ് പിന്നെ പൂജ ചെയ്യേണ്ടി വന്നത്. വികാരങ്ങൾ വന്നപ്പോൾ നമുക്ക് ശക്തി ഇല്ലാണ്ടായി, അപ്പോൾ ദുഃഖം ആരംഭിച്ചു. അപ്പോൾ പിന്നെ പൂജ ചെയ്യേണ്ടി വന്നു. കുട്ടികൾക്കിതെല്ലാം മനസ്സിലായി. മക്കളേത് ഏറ്റവും ഉയർന്ന പഠിപ്പാണ്. ഇവിടെ ഈ ടീച്ചർക്കോ കോയി ജാനത്തെ നഹി, ഈ ടീച്ചറെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ അല്ലേ. ഇവിടെ അവരെന്താ വിചാരിക്കുന്നത്, ബ്രഹ്മകുമാരീസ് അവിടെ ക്ലാസ് എടുക്കുന്നത് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങേയറ്റം ഈ ബ്രഹ്മബാബയാണ് ഇവരുടെ ഗുരു എന്ന് പറയും അല്ലേ. ബാക്കി ശിവബാബയാകുന്ന ടീച്ചറെ ആർക്കും അറിഞ്ഞുകൂടാ. സുപ്രീം അച്ഛനുമാണ്, സുപ്രീം ടീച്ചറും സുപ്രീം സദ്ഗുരുവും കൂടിയാണ് ശിവബാബ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ബാബ തന്നെയാണ് തൻ്റെ പരിചയം തരുന്നത്. ഈ സൃഷ്ടിയുടെയും ആദ്യമദ്യന്ത്യ രഹസ്യം പറഞ്ഞു തരുന്നത്. ബച്ചോം കോ ഖുദ് പഠാക്കർ ഫിർ സാത്ത് മേ ലേ ജാത്തെ, നേരിട്ട് ബാബ തന്നെയാണ് പഠിപ്പിച്ചിട്ട് പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ബാബയുടെ സംബന്ധം എന്താ, കൂടെ കൊണ്ടുപോകുന്ന കാരണം. അതുകൊണ്ടാണ് പതി പരമേശ്വരൻ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ പതിയാണ് പരമേശ്വരൻ. ബേഹദ് കെ ബാപ് കാ ലവ് മിൽത്താ ഹി ഹെ, ഫിർ ഓർ കോയി ലവ് പസന്ദ് നഹി ആത്ത അല്ലേ. ഇന്നത്തെ ചോദ്യോത്തരത്തിൽ അതല്ലേ. ആ അതിരുകളേ ഇല്ലാത്ത അച്ഛൻ്റെ സ്നേഹം ലഭിച്ചവർക്ക് പിന്നെ ആരുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവില്ല, ആരെങ്കിലും സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കില്ല. വർത്തമാന സമയത്ത് അല്ലെങ്കിൽ ഈ ലോകം തന്നെ നുണയായിട്ടുള്ള ലോകമാണ്. അതുകൊണ്ട് ഭക്തിമാർക്കിലും പറയും, ജൂട്ടി മായ ജൂട്ടി കായ ജൂട്ടാ സബ് സംസാർ എന്ന്. മായയും നുണയായതാണ്, ദേഹവും നുണയായതാണ്. അതുകൊണ്ടല്ലേ ദുഃഖം തരുന്നത്. അസുഖങ്ങളും പിന്നെ ഇഞ്ചക്ഷനും മരുന്നും ഓപ്പറേഷനും അതും ഇതൊക്കെ ആയിട്ട് ദുഃഖം തരുമല്ലേ. ലോകം തന്നെ നുണയാണ് എന്ന് പറയണേ. ഭാരതം തന്നെ ഇപ്പോൾ നുണയുടെ നാടായിട്ട് മാറി. സത്യുഗം സച്ച് ഖണ്ഡായിരുന്നു, സത്യത്തിൻ്റെ ദേശമായിരുന്നു. ഭാരതം ഒരിക്കലും നശിക്കുന്നേ ഇല്ല. ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ് ഭാരതം. എന്തുകൊണ്ടാണ് അല്ലേ. ബാക്കിയുള്ളവിടെയൊക്കെ മതസ്ഥാപകന്മാരാണ് ജനിക്കുന്നത്, അവരെന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത സ്ഥലമാണ്. ഭാരതം സാക്ഷാത് സ്വയം ഈശ്വരൻ്റെ ജന്മക്ഷേത്രമാണ്, കർമ്മക്ഷേത്രമാണ്. ദേവീദേവന്മാർ ജീവനോടെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികൾക്ക് സൃഷ്ടിയുടെ ആദ്യമദ്യന്ത്യ രഹസ്യം മനസ്സിലാക്കി തരാണ്. എത്രാമത്തെ പ്രാവശ്യം എന്ന് ഇത് പറയുന്നത് ഈ പോയിന്റ്. ഓർ സർവ്വക്ക് സദ്ഗതി കർത്തേ, അങ്ങനെ എല്ലാവരുടെയും അല്ലേ, നമ്മുടെ മാത്രമല്ല, നമ്മൾ കേൾക്കുന്നവർക്ക് സദ്ഗതി ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പെർഫെക്റ്റായി കഴിയുമ്പം ഈ ലോകത്തിൽ മാറണം. അപ്പോൾ അവർക്കും ദുഃഖത്തു നിന്ന് ശാന്തിയിലേക്ക് പോകാൻ പറ്റുകയാണ്, അത് സദ്ഗതിയാണ്. ദുഃഖത്തു നിന്ന് മുക്തമായിട്ട് ശാന്തിയിലേക്ക് പോകാമല്ലോ. പഞ്ചഭൂതങ്ങൾ പോലും തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാവാണ് വിനാശം. അതുകൊണ്ട് വിനാശം എന്താ ചെയ്യുന്നത്, എല്ലാവർക്കും സദ്ഗതി കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാബയുടെ വന്നിട്ട് നമ്മുടെ മംഗളം ചെയ്യുമ്പോൾ മുഴുവനും സൃഷ്ടിയുടെ മംഗളം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ബാബ പറയണ മക്കളെ എല്ലാവർക്കും സദ്ഗതി കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇത് വളരെ വലിയ തീർത്ഥസ്ഥാനമാണ്. ഭാരതത്തിൻ്റെ മഹിമ അപരം അപാരമാണ്. ഏറ്റവും അധികം മഹിമയുള്ള നാട് ഭാരതമാണ്. ഇതൊക്കെ കുട്ടികളിപ്പോൾ മനസ്സിലാക്കി. വണ്ടർ ഓഫ് ദ വേൾഡാണ് ഭാരതം അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ അതിശയം ഭാരതമാണ്. അവരുണ്ടാക്കിയ 7 അതിശയങ്ങളുണ്ട്, ലോകത്തിലെ 7 അതിശയങ്ങൾ. അത് മായയുടെ ലോകത്തിലെ 7 അതിശയങ്ങളാണ്. ഈശ്വരൻ ഉണ്ടാക്കിയ അതിശയം ഒന്നേ ഉള്ളൂ, ദൈവസത്യമാണ്. അവിടെ ദൈവം ഉണ്ടാക്കിയ അതിശയവും സത്യം ചെയ്യപ്പെടുന്നല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നാണ്, അച്ഛനൊന്നാണ്. അച്ഛൻ രചിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള സ്വർഗവും ഒന്നാണ്. ഉൻകോ ഹി ഹെവൻ പാരഡൈസ് കഹത്തെ, ആ ലോകത്തെയാണ് ഹെവൻ, പാരഡൈസ്, സ്വർഗം എന്തെല്ലാം പേരിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. പർദീസ, സത്യമായ പേര് സ്വർഗം എന്നാണ്. ഇത് നരകമാണ്. ഓൾറൗണ്ട് ചക്ര തും ബ്രാഹ്മണി ഹി ലഗാത്തെ ഹോ. ബാക്കിയുള്ളവരൊക്കെ ദ്വാപരയുഗത്തിലൊക്കെ ശേഷമൊക്കെ വരണത്. മുഴുവനും കാലചക്രത്തിൽ കറങ്ങുന്നത് ബ്രഹ്മബാബയും നമ്മളുമാണ്, ബ്രാഹ്മണരുമാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഓൾറൗണ്ട് ചക്രം കറങ്ങുന്നത്. അതുകൊണ്ട് ഹംസോ എന്നുള്ള മന്ത്രം അവരിങ്ങനെ ജപിക്കും. സത്യത്തിൽ ഹംസോ എന്താണ്, നമ്മൾ ബ്രാഹ്മണനാണ്,
പിന്നെ ഫരിസ്തയാകും, പിന്നെ പരന്താമത്തിൽ ബീജസ്വരൂപമായിട്ടിരിക്കും, പിന്നെ ഇവിടെ ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ വീണ്ടും ബ്രാഹ്മണൻ, ഫരിസ്ത. അതാണ് ഹംസസോമിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇത് കയറുന്ന കലയാണ്. ഇപ്പം സംഗമയുഗത്തിൽ നമ്മൾ കയറുകയാണ്, സത്യവും തൊട്ടിട്ട് പിന്നെ താഴെ ഇറങ്ങുന്ന കലയാണ്. നമ്മളുടെ കയറുന്ന കലയിൽ എല്ലാവരുടെയും മംഗളവും അടങ്ങിയിരിക്കുന്നുണ്ട്. ഭാരതവാസികളുടെ ആഗ്രഹമാണ് മുഴുവൻ ലോകത്തിൽ ശാന്തി ഉണ്ടാവണം, സുഖം ഉണ്ടാവണം എന്ന്. സ്വർഗത്തിൽ സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖം എന്നുള്ള പേര് പോലും അവിടെ ഇല്ല, ആ വാക്ക് പോലും അവിടെ ആരും ഉപയോഗിക്കുന്നില്ല. ഈശ്വര രാജ്യമാണത്. സത്യയുഗമേ സൂര്യവംശി, ഫിർ സെക്കൻഡ് ഗ്രേഡ് ചന്ദ്രവംശി. സത്യയുഗത്തിൽ സൂര്യവംശികളാണ്. സത്യയുഗത്തിൻ്റെ നെക്സ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡാണ് ചന്ദ്രവംശം. നിങ്ങൾ ആസ്തികന്മാരാണ്. ലോകത്തിലെ ആൾക്കാരൊക്കെ നാസ്തികരാണ്. അവർ വിചാരിക്കുകയാണ് അവർക്ക് നല്ല ഭക്തിയാണ്, അപ്പോൾ അവരാണ് ആസ്തികന്മാരെന്ന്. നമുക്ക് ഭക്തിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നാസ്തികന്മാരെന്ന് അവർ വിചാരം. അച്ഛൻ്റെ രചനയും മനസ്സിലാക്കിയവരാണ് ആസ്തികന്മാർ. അതുകൊണ്ട് നമ്മൾ ആസ്തികന്മാരാണ്. നമ്മളിപ്പോൾ സനാതരാണ്. അവരനാഥ പിള്ളേരെ അച്ഛനെ അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ സനാതനരായിട്ട് ബാബയുടെ ആസ്തി വാങ്ങുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുമാരി മായയ്ക്ക് സാത്ത് ഗുപ്ത ലഡായി ചലത്തി ഹെ. നമ്മൾ വളരെ ഗുപ്തമായിട്ട് മായയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ വരുന്നതിനെ രാത്രിയിലാണ്, ഇല്ല, അതുകൊണ്ട് ശിവരാത്രി എന്ന് പറയുന്നത്. ഏത് രാത്രിയാണ്? ഇല്ല, 12 മണിക്കൂർ രാത്രിയല്ല, പിന്നെ ഈ സൃഷ്ടി തന്നെ മുഴുവൻ ഇപ്പോൾ ഘോരമായിട്ടുള്ള രാത്രിയിലാണ്. തമസിൻ്റെ ആധിക്യം, വികാരങ്ങളുടെ ആധിക്യമാകുന്ന രാത്രിയാണ് ശിവരാത്രി എന്നല്ലേ പറയാറ്. പക്ഷേ ശിവൻ്റെ രാത്രിയുടെ യഥാർത്ഥ അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാ. ബ്രഹ്മാവിൻ്റെ രാത്രി ഇതപ്പോൾ പൂർത്തിയാവാറായി, പകൽ ആരംഭിക്കാൻ പോവുകയാണ്. അതാണ് ശിവരാത്രിയുടെ സമയം. ഭക്തന്മാർ വിചാരിക്കുകയാണ് കൃഷ്ണ ഭഗവാൻ വാച്ച് എന്ന്. നമുക്കറിയാം കൃഷ്ണൻ ഭഗവാനല്ല. യഹ്തോ ഹെ ശിവ ഭഗവാൻ വാച്ച്. ഇത് ശിവ ഭഗവാൻ വാച്ചയാണ്. റൈറ്റ് ആരാ? അവരാണോ നമ്മളാണോ? അവരോട് ചോദിച്ചാൽ അവർ പറയും അവരാണ് റൈറ്റെന്ന്. നമ്മൾ പറയും നമ്മളാണ് റൈറ്റെന്ന്. ശ്രീകൃഷ്ണൻ മുഴുവൻ 84 ജന്മങ്ങളിൽ വരുന്നുണ്ട്. ശിവബാബ നിരാകാരിയായിട്ടുള്ള ശിവബാബ ജന്മമരണ ചക്രത്തിൽ ഒരിക്കലും വരുന്നേ ഇല്ല. ബാബ പറയാണ് കുട്ടികളെ ഞാൻ വരുന്നത് തന്നെ സാധാരണ വൃദ്ധദേഹത്തിലാണ്. ഈ ബ്രഹ്മബാബയ്ക്ക് തൻ്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ ബ്രഹ്മബാബയുടെയും അനേക ജന്മങ്ങളുടെ ലാസ്റ്റ് ജന്മത്തിലും അന്തിമ സമയത്താണ്, എപ്പോഴാണ് സമ്പൂർണ്ണ പതീതമാകുന്നത്, ഈ സൃഷ്ടിയും പതീതമാകുന്നത്, ആ പതിത രാജ്യത്തിലാണ് ഞാൻ അവതരിക്കുന്നത്. പതി ദുനിയാമേ അനേക രാജ്യ, ലോകം പതിതമായതുകൊണ്ട് അനേക രാജ്യമാണ്. പാവനമായ ലോകത്തിൽ ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ഉണ്ട്. ഭക്തി മാർഗമേ ജബ് ബഹുത് നൗദാ ഭക്തി കർത്തേ ഹെ. ഭക്തി മാർഗത്തിൽ നൗദാ ഭക്തി ചെയ്യുന്നവർ തല പോലും വെട്ടി വയ്ക്കാൻ തയ്യാറാവരുത്, നരബലി ആവാൻ പോലും റെഡിയാണ്. അപ്പോൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ മനോകാമന പൂർത്തിയാവാറുണ്ട്. അല്ലാണ്ട് ഈ നരബലിയാകുക ഇതിലൊന്നും വെച്ചിട്ടില്ല. അതിലൊന്നൊരു അതൊക്കെ വലിയ കാര്യമെന്ന് വിചാരിക്കുന്നത് അല്ലേ. ഭഗവാൻ നമ്മളങ്ങനെ നരബലിയാകണമെന്നും പറയുന്നില്ല. നൗദാ ഭക്തിന്നേ പറയാൻ പറ്റുള്ളൂ അതിനെ. രാവണരാജ്യം ആരംഭിച്ചത് മുതൽക്ക് ഭക്തിയുടെ കർമ്മകാണ്ഡത്തിൻ്റെ കാര്യങ്ങളും ആരംഭിച്ചു. അതൊക്കെ പഠിക്കുകയും വായിക്കുകയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ചെയ്തിട്ട് പറയേണ്ട വ്യാസ ഭഗവാനാണ് ശാസ്ത്രങ്ങളൊക്കെ രചിച്ചത് എന്ന്. എന്തെല്ലാമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഭക്തി ഓർ ജ്ഞാൻ കാ രാജ് അഭി തും ബച്ചോനെ സംജാഹെ. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെ രഹസ്യം കുട്ടികളെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. അല്ല, അതിനൊക്കെ അന്തരാർത്ഥമുണ്ട്. ഈ ഭൗതികമായിട്ട് തല വെട്ടി വയ്ക്കുകയല്ല വേണ്ട, പിന്നെ നമ്മുടെ സ്വന്തം അറിവിനെ അവിടെ സമർപ്പിക്കണം. എന്നിട്ട് ബാബ തരുന്ന അറിവിനെ നമ്മൾ സ്വീകരിക്കണം. അത് വള്ളിപുള്ളി തെറ്റാതെ നമ്മൾ അത് പ്രകാരം ജീവിക്കാൻ അറ്റൻഷൻ വയ്ക്കണം. അല്ലാണ്ട് കഴുത്ത് വെട്ടി അവിടേക്ക് സമർപ്പിക്കുകയല്ല വേണ്ടത്. അവിടെ ആ രഹസ്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഏണിപ്പടിയിൽ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കൽപവൃക്ഷത്തെ ചിത്രത്തിൽ നമ്മുടെ 7 ദിവസത്തെ കോഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ ഇല്ലേ, അതിലും ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൽപവൃക്ഷ ചിത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ധർമ്മം
അത് പതിക്കും തോറും വരങ്ങ് വലുതാവുകയാണ്. ഈ രണ്ട് കണ്ണും കാണുമ്പോൾ വലുതാവണ പോലെ തോന്നും. പക്ഷേ ധർമ്മം കുറയുകയാണ്. ലാസ്റ്റ് ശാഖയൊക്കെ ആകുമ്പോഴേക്കും ആ തായ്തടിക്ക് എത്ര വണ്ണമുണ്ട്, അവിടെ ആകുമ്പോഴേക്കും മെലിഞ്ഞില്ലേ. അപ്പോൾ ഈ തടി ധർമ്മത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ധർമ്മം കുറയും, ജനസംഖ്യ വർദ്ധിക്കുകയാണ്. അങ്ങനെ ധർമ്മം ഇല്ലാണ്ടായി എന്താവും? വിനാശം. പിന്നെ വീണ്ടും ആദ്യം ഇരുന്ന് ആരംഭിക്കും. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചും ജനസംഖ്യയെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് കൽപുരുഷത്തിൻ്റെ ചിത്രത്തിൽ. ഏണിപ്പട്ട ചിത്രത്തിൽ കർമ്മത്തെക്കുറിച്ചും ജന്മങ്ങളെക്കുറിച്ചുമാണ്, വർണ്ണത്തെക്കുറിച്ചാണ്. പിന്നെ കാലചക്രത്തിൻ്റെ ചിത്രത്തിൽ ഓരോ ധർമ്മം എത്ര കാലം ഇവിടെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഇസ്മേ 84 ജനം ദിക്കായെ. ഏണിപ്പട്ട ചിത്രത്തിൽ 84 ജന്മങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ആരംഭത്തിൽ ആരാണോ വന്നത് അവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. കുട്ടികളെ, ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനത്തിന് സോഴ്സ് ഓഫ് ഇൻകം എന്നാണ് പറയാറ്. 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്രാപ്തമായിട്ട് ഒന്നും തന്നെയില്ല. എല്ലാം ഉണ്ട്, സർവ്വപ്രാപ്തിയുണ്ട്. ഒന്നിനു വേണ്ടിയിട്ടും കഷ്ടപ്പെടേണ്ട, അല്ല, എല്ലാം സഹജമായിട്ട് ലഭിക്കും അവിടെ. അതാണ് ഉസ്കോ കഹാ ജാത്ത ബാബ് കാ ഏക് ഹി സ്വർഗ് വണ്ടർ ഓഫ് ദ വേൾഡ്. അതാണ് ബാബ രചിക്കുന്ന ലോകത്തിൻ്റെ ഒരേ ഒരു അതിശയം, സ്വർഗം എന്ന്. പേര് തന്നെ നോക്കിയ പാരഡൈസ്. ഉസ്കാ ബാബ് മാലിക് ബനാത്തെ. ബാബ നമ്മൾ അതിൻ്റെ യജമാനനാക്കുകയാണ്. അവർ അതിശയം പ്രകടിപ്പിക്കാറുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ഭയങ്കര അതിശയകരമായിട്ട്, വളരെ അതിശയത്തോടു കൂടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പരന്തു തുംകോ തോ ബാപ്പ് ഉസ്കാ മാലിക് ബനാത്തെ. അവർ വെറുതെ വർണ്ണിക്കാറേ ഉള്ളൂ, സ്വർഗത്തിൽ അങ്ങനെ ഇങ്ങനെ അതുണ്ട് ഇതുണ്ട്. പക്ഷേ ബാബ നമ്മൾ ആ ലോകത്തിൻ്റെ യജമാനനാക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയണ, മക്കളെ നിരന്തരം എന്നെ ഓർമ്മിക്കൂ, എന്നെ ഓർത്തോർത്തോർത്തോർത്ത് പരമാനന്ദം അനുഭവിക്കൂ. സിമർ സിമർ സുഖുപ്പാവോ. ബാബ ഓർക്കുന്നതിനനുസരിച്ച് കലഹങ്ങളും ക്ലേശങ്ങളും ഇല്ലാണ്ടാകും, ആയുരാരോഗ്യം വർദ്ധിക്കും, ജീവൻ മുക്തിയും ലഭിക്കും. പവിത്രമാകുന്നതിന് ഓർമ്മയാന യാത്ര വളരെ വളരെ അത്യാവശ്യമാണ്. അതുതന്നെയാണ് മന്മനാഭവ എന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരാണ് ഇപ്പോൾ അഭ്യസിക്കുന്നത്? അന്തിമ സമയത്ത് ആത്മദേഹം വിടുമ്പം ആ സ്മൃതിയിൽ ഇവിടുന്ന് പോകാൻ സാധിക്കും. ഗതി എന്ന് പറയുന്നത് ശാന്തിധാമത്തിൻ്റെ ഭാഗ്യമാണ്. സദ്ഗതി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കുന്നതാണ്. സദ്ഗതിക്ക് എഗൻസ്റ്റ് ഹോത്തി ഹെ ദുർഗതി. പിന്നെ ഇവിടുത്തെ സദ്ഗതിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് ദുർഗതിയുടെ കാലഘട്ടം. കലിയുഗ അന്ത്യപ്പം ദുർഗതിയിലാണ് എല്ലാവരും. അഭി തും ബാപ്പുക്കോ ഓ രചനയ്ക്ക് ആദ്യമധ്യ എന്തൊക്കോ ജാനകേഹോ. മക്കളെ, നിങ്ങളിപ്പം അച്ഛനെയും രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെയും മനസ്സിലാക്കിയിരിക്കുന്നു. തുംകോ ബാപ് കാ ലവ് മിൽത്ത ഹെ. നിങ്ങൾക്ക് ബാബയുടെ മുഴുവനും സ്നേഹം ലഭിക്കുകയാണ്. ബാബ കുട്ടികളെ കണ്ണിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ട് കൊണ്ട് നടക്കുന്നത്, ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സമുഖ ആഗ്രഹി നോളേജ് സുനായെങ്കിൽ എന്നാ അല്ലെ, ഭഗവാൻ അവിടെ നിന്നിട്ട് വല്ല പ്രചോദനം തരികയാണോ ചെയ്യുക? അശരീരമായിട്ട് എന്തെങ്കിലും ശബ്ദം മുഴുക്കാണോ ചെയ്യുക? ഇപ്പം തന്നെ ബാബ മധുവനിൽ വരുന്നില്ല എന്നിട്ട് എല്ലാവർക്കും എന്ത് സങ്കടമാണ് അല്ലേ? സന്മുഖത്ത് വന്നിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ഇവിടെ പ്രേരണയുടെ കാര്യമൊന്നുമില്ല. ബാബ കുട്ടികൾക്ക് ഡയറക്ഷൻസ് തരികയാണ്. കുട്ടികളെ, എന്നെ ഇങ്ങനെയാണ് ഓർക്കേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. ജैसे ബാറ്ററി ചാർജ് ഹോത്തി ഹെ എന്നാ, ബാറ്ററി ചാർജ് ചെയ്യാൻ നമ്മൾ വയ്ക്കാറില്ലേ, ചാർജ് ആവാറില്ലേ ബാറ്ററി? അതുപോലെ ശരീരം വണ്ടിയാണ്, വാഹനമാണ്, കാറാണ്. ആത്മ അതിൻ്റെ ഊർജമാണ്, ബാറ്ററിയാണ്. അപ്പോൾ സർവശക്തിമാൻ ബാപ് കെ സാത്ത് ബുദ്ധി കാ योग लगाने से, സർവശക്തിമാനായ അച്ഛനുമായിട്ട് ബുദ്ധിയോഗം യോജിപ്പിച്ചാൽ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകാൻ സാധിക്കും. ബാറ്ററി ചാർജാകും. ബാബ ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും ബാറ്ററി ചാർജ് ചെയ്യാണ്. സർവശക്തിമാൻ എന്നത് ഒരു ബാബ മാത്രമാണ്. ഏ മീട്ടി മീട്ടി ബാത്തെ ബാപ്പി ബേട്ട് സംജാത്തെ ഹെ. മധുരമധുരമായ ഈ രഹസ്യങ്ങളൊക്കെ നേരിട്ട് ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഭക്തിക്ക് ശാസ്ത്രത്തോ
अब बाप सब धर्म वालों के लिए एक ही बात सुनाते हैं. ഇപ്പോൾ ബാബ എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു രഹസ്യമാണ് മനസ്സിലാക്കി തരുന്നത്. എന്താ പറഞ്ഞു തരുന്നത്? എല്ലാവർക്കും ഉള്ളതാണിത്. അല്ല, ദേഹധാരിയായിട്ടുള്ള ഈശ്വരനാണെങ്കിൽ, ഈശ്വരൻ ദേഹധാരിയാണെങ്കിൽ എല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. യേശുവിനെ എല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ബുദ്ധനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. കൃഷ്ണനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. നിരാകാരിയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, ഒരു വിഷമവുമില്ല. അതുകൊണ്ട് എല്ലാ മതത്തിലവർക്ക് വേണ്ടിയിട്ടാണ് ബാബ ജ്ഞാനം തരുന്നത്. ബാബയുടെ മക്കളെ തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കും, അപ്പോൾ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭസ്മീകരിക്കപ്പെടും. അബ് യാദ് കർണ തും ബച്ചോ കാ കാം ഹെ. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്, ആരെ ഓർമ്മിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത്, അനുസരിക്കേണ്ടത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ആശയക്കുഴപ്പത്തിൻ്റെ വിഷയമേ ഇല്ല. ചിലർ ചോദിക്കും ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കും, ഒരു ദേഹം ഉണ്ടെങ്കിൽ ഓർക്കാൻ പറ്റില്ല എന്ന് നോക്കാം അല്ലേ. തന്നെയും ദേഹമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നവർക്ക്, എല്ലാവരും ആത്മാവായിട്ട് കാണുന്നവർക്ക് ആശയക്കുഴപ്പത്തിൻ്റെ വിഷയമേ ഇവിടെ ഉദിക്കുന്നില്ല. പതീത പാവനൻ ആ അച്ഛൻ മാത്രമാണ്, വേറെ ആരുമല്ല. ഫിർ പാവൻ ബൻ സബ് ഗർ ചലേ ജായെങ്കിൽ, പിന്നെ പാവനമായിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. സബ്കേലേ നോളേജ്, ഈ ജ്ഞാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വീണ്ടും ബാബ പറയണെന്ന്, യഹ സഹജ രാജ്യോ. മക്കളെ, ഇത് സഹജ രാജ്യോഗമാണ്, സഹജമായിട്ടുള്ള ജ്ഞാനമാണ്. अच्छा, मीठे मीठे सिकेलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार, सर्वशक्तिमान बाप से अपनी बुद्धियोग लगाकर बैटरी चार्ज करनी है. സർവശക്തിമാനായ അച്ഛനുമായിട്ട് നമ്മുടെ ബുദ്ധിയോഗം യോജിപ്പിച്ചിട്ട് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ചെയ്യണം. സർവശക്തിമാനായ ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിച്ച് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ചെയ്യണം. ആത്മാക്കോ സദോ പ്രധാൻ ബനാനാഹെ, ആത്മാവിനെ സദോ പ്രധാനമാക്കണം. ഓർമ്മയാകുന്ന യാത്രയുടെ വിഷയത്തിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാവരുത്. ആത്മാവിനെ സദോ പ്രധാനമാക്കണം. ഓർമ്മയാകുന്ന യാത്രയിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാവരുത്. സെക്കൻഡ് പോയിൻറ്റ്, പഠായി പഠിക്കർ अपने ऊपर आप ही कृपा करनी है. ഈ പാഠം പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ കരുണ കാണിക്കണം. ബാബ് സമാൻ പ്യാർ കാ സാഗർ ബന്ന ഹെ, ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. പഠിച്ചിട്ട് പാഠം പഠിച്ച് നിങ്ങളോട് തന്നെ കരുണ കാണിക്കണം അല്ലേ, അല്ലാണ്ട് ഭഗവാനോടല്ല കരുണ യാചിക്കേണ്ടത്. മുരളി കേൾക്കുക, മുരളി അനുസരിച്ച് ജീവിതം അതുപോലെ ആക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മൾ നമ്മളോട് കരുണ കാണിക്കുകയാണ്. നിങ്ങളോട് തന്നെ കരുണ കാണിക്കണം. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. ബാബയുടെ സ്നേഹം അനശ്വരമായിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരോടും അനശ്വരമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇല്ല, അവർ നല്ലവരാണെങ്കിൽ ഞാൻ സ്നേഹിക്കാം എന്നല്ല. നമുക്കെല്ലാവരോടും ഇപ്പോൾ സ്നേഹമുണ്ട്, പിന്നെ അവരെ ഇഷ്ടമല്ല എന്നല്ല. നമ്മുടെ സ്നേഹം അനശ്വരമാവണം, മോഹജീതാകണം. വരദാനം, മെയ്സോസ്താ की ശക്തി द्वारा मीठे അനുഭവ് करने वाले. അല്ല, ഇന്നലെ അതുതന്നെയായിരുന്നു റിയലൈസേഷൻ പവർ. ഇന്നലെ റിയലൈസ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ദൗർബല്യങ്ങളെയാണ്. ഇന്ന് റിയലൈസ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ സമാനത്തെയാണ്. അതുകൊണ്ട് റിയലൈസേഷൻ പവർ ഉപയോഗിച്ച് മധുരമായ അനുഭവങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്ന, അനുഭവിക്കുന്ന സദാശക്തിശാലി ആത്മാഭവ. സദാശക്തിശാലി ആത്മാവായി ഭവിക്കൂ. റിയലൈസേഷൻ ശക്തിയിലൂടെ മധുരമായ അനുഭവങ്ങൾ, ജീവിതത്തെ മധുരമായ അനുഭവങ്ങൾ നിറഞ്ഞതാക്കുന്ന സദാശക്തിശാലി ആത്മാഭവ. यह महसूस की शक्ति बहुत मीठे अनुभव कराती है. ഈ റിയലൈസേഷൻ പവർ ശക്തി വളരെ മധുരമായ നിരവധി അനുഭവങ്ങൾ നൽകുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ബാബയുടെ കണ്ണിലുണ്ണിയാണ്, ഇടയ്ക്ക് ഞാൻ ബാബയുടെ കണ്ണിലുണ്ണിയാണ്. നൂറേരത്തൻ കണ്ണിൻ്റെ വെളിച്ചമാണ്. നയനമേ സമായി ഹുയി, കണ്ണിൽ ലയിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ബിന്ദുവാണ്, പ്രകാശമാണ്, കണ്ണിൻ്റെ വെളിച്ചമാണ്.
എന്ന് റിയലൈസ് ചെയ്യൂ. മറ്റു ചിലപ്പോൾ ബാബയുടെ മസ്തകത്തിൽ തിളങ്ങുന്ന മസ്തകമണിയാണ്. കബി അപ്പനെക്കോ ബ്രഹ്മ ബാബ് കെ സഹയോഗി റൈറ്റ് ഹാൻഡ്. പിന്നെ ചിലപ്പോൾ ചിന്തിക്കണം, ഞാൻ ബ്രഹ്മ ബാബയുടെ സഹയോഗിയായിട്ടുള്ള റൈറ്റ് ഹാൻഡാണ്, ഞാൻ ബ്രഹ്മ ബാബയുടെ സഹയോഗിയായ റൈറ്റ് ഹാൻഡാണ്. ബ്രഹ്മാക്കി ഭുജായെ, ബ്രഹ്മ ബാബയുടെ കൈയാണ് എന്നെല്ലാം റിയലൈസ് ചെയ്യൂ. കബി അവ്യക്ത ഫരിസ്ത സ്വരൂപ് മെഹസൂസ് കറോ. മറ്റു ചിലപ്പം ഇടയ്ക്കൊക്കെ അവ്യക്ത ഫരിസ്തയാണ് ഞാൻ എന്ന് റിയലൈസ് ചെയ്യൂ. ഇസ് മെഹസൂസ് താക്കി ശക്തിക്കോ ബടാവോ. ഈ റിയലൈസേഷൻ പവർ വർദ്ധിപ്പിക്കൂ. तो शक्तिशाली बन जाएंगे. അപ്പോൾ നിങ്ങൾ ശക്തിശാലിയാകും. फिर छोटा सा दाग भी स्पष्ट दिखाई देगा. ശക്തിശാലിയായിട്ടുള്ളവർക്ക് ചെറിയ കറകൾ പോലും സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. ദുർബലരാകുമ്പോഴാണ് ന്യായീകരിക്കുന്നതും തർക്കിക്കുന്നതും വാദിക്കുന്നതും, തൻ്റെ തെറ്റ് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ ശരിയെ തെറ്റാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ദുർബലരായിട്ടുള്ളവരുടെ അടയാളമാണ്. ശക്തിശാലിയായിട്ടുള്ളവർക്ക് ചെറിയ കറ പോലും സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. ഉറുസെ പരിവർത്തൻ കറിലേക്ക്, പിന്നെ ശക്തിയുള്ളതുകൊണ്ട് ഉടനെ മാറ്റുകയും ചെയ്യും. സ്ലോഗൻ സർവക്കെ ദിൽ കി ദുആയെ ലേത്തേ ചലോ. എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുരുഷാർത്ഥം സഹജമാകും. അനുഗ്രഹങ്ങൾ നമ്മുടെ പുരുഷാർത്ഥത്തെ സഹജമാക്കും. വലിയ വലിയ പരീക്ഷകൾ പോലും ചെറുതാകും അനുഗ്രഹമുള്ളവിടെ. എല്ലാവരും അനുഗ്രഹിക്കത്തക്ക രീതിയിൽ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുരുഷാർത്ഥം സഹജമാകും. അറിഞ്ഞും അറിയാതെ നമ്മൾ തന്നെ ചെയ്ത് കൂട്ടിയ കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇല്ലാണ്ടാകും. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്ക് പാത്രമായി പുരോഗമിച്ചുകൊണ്ടിരുന്നാൽ പുരുഷാർത്ഥം സഹജമാകും. അച്ഛാ, ഓം ശാന്തി. ബാബ എന്താ പറഞ്ഞത്? എല്ലാവരും മനസ്സിൽ ഓരോ പോയിൻ്റ് ഓർമ്മിക്കണം. ഫുൾ ഡേ ബാബ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ധാരയായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മളെ പ്രശംസിച്ച് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ എത്ര ആശ ഓർമ്മ വരും. എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. സോ നമ്മുടെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ മോസ്റ്റ് ബിലോഡായിട്ടുള്ള ബാബ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വരദാനം അല്ലേ, റിയലൈസേഷൻ പവർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ പോയിൻ്റ് റിയലൈസ് ചെയ്യാൻ പറഞ്ഞു. ബാബയുടെ കണ്ണിലുണ്ണിയാണ്, ബാബയുടെ കണ്ണിൻ്റെ വെളിച്ചമാണ്, ബ്രഹ്മ ബാബയുടെ സഹയോഗി റൈറ്റ് ഹാൻഡാണ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഓർമ്മ വരണം. മുറിയിലെ പോയിൻറ്റ്സൊക്കെ ഓർമ്മ വരണം. അതാണ് ജ്ഞാനം മനനം എന്ന് പറയുക. ഫുൾ ഡേ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സലയരുത്. ഇനി സാധാരണക്കാരല്ല നമ്മൾ, അതുകൊണ്ട് ഇതും വെറും സാധാരണ സില്ലിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കാനുള്ള സഹജമായിട്ടുള്ള യുക്തിയാണ് ജ്ഞാനം മനനം ചെയ്യുക. അതുകൊണ്ട് പോയിൻറ്റ്സ് ഓരോന്നായിട്ട് ഓർമ്മിക്കണം. അച്ഛാ, ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരിക്കാം. बिसरो मत
पांचों स्वरूपों का चिंतन करें, आए अनुभव करें। अनादि रूप रच कर तन भान तज कर, अनादि रूप रच कर तन भान तज कर, परम धाम चल दे स्मृतियों से सज कर। प्रभु पास आकर किरण में नहाकर, उन सा बने यादों में हम समा कर। स्नेह से कल्प तरु का सिंचन करे, आए अनुभव करे। धरे रूप उतरे जो संपूर्ण पावन, अपनी वो दुनिया स्वर्गिक सुहावन। धरे रूप उतरे जो संपूर्ण पावन, अपनी वो दुनिया स्वर्गिक सुहावन। अपने धरती गगन मंद पावन पवन, नाथ त्रिभुवन के हम लेते थे सुख सगन। आदि रूप आँखों में अभिनंदन करे, आए अनुभव करे, आत्मदर्शन करे, अपने पांचों स्वरूपों का चिंतन करे, आए अनुभव करे। देखे द्वापर में मंदिर में पूजा हुई, देखे द्वापर में मंदिर में पूजा हुई। पूज्य हम ही तो थे वो ना दूजा कोई। वो कतारों में करबद्ध करते नमन, वो कतारों में करबद्ध करते नमन। करते पूर्ण कामना भक्त वत्सल नयन, कितनी श्रद्धा से वो भक्ति पूजन करे, आए अनुभव करे, आत्मदर्शन करे, अपने पांचों स्वरूपों का चिंतन करे, आए अनुभव करे। चलते चलते काल चक्र जो पूरा हुआ, चलते चलते काल चक्र जो पूरा हुआ, संगम में अपनों से संगम हुआ। भाग्य द्वारे खुले हमको भगवन मिले, भाग्य द्वारे खुले हमको भगवन मिले। लग के प्रभु के गले भाग्य लिखने लगे। ब्रह्म
खुद को अर्पण करे, आए अनुभव करे, आत्मदर्शन करे, अपने पांचों स्वरूपों का चिंतन करे, आए अनुभव करे, आत्मदर्शन करे, अपने पांचों स्वरूपों का चिंतन करे।